കുഞ്ഞേ, നീ ഇപ്പോൾ എവിടെയാണ്? ഡങ്കർ മൊണാസ്ട്രിയുടെ ചുവട്ടിലാണ് പിന്നദിയും സ്പിത്തി നദിയും സംഗമിക്കുന്നത്. പൂർത്തിയാകാത്ത ജലഛായ ചിത്രം പോലെയാണ് ഡങ്കറിന് മുകളിൽ നിന്നുള്ള താഴ്വര കാഴ്ച. ഹിമാചൽ പ്രദേശിലെ 1000 വർഷത്തിലേറെ പഴമയുള്ള ബുദ്ധവിഹാരങ്ങളിൽ ഒന്നാണ് ഡങ്കർ. സമുദ്രനിരപ്പിൽ നിന്ന് 12,774 അടി ഉയരം. സ്പിത്തി താഴ്വരയുടെ അധിപന്മാരായിരുന്ന പൗരാണിക രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നു 17-ാം നൂറ്റാണ്ടിൽ ഡങ്കർ. 12-ാം നൂറ്റാണ്ടു മുതലെന്ന് സ്ഥിരീകരിക്കാത്ത ചരിത്രം. തിബറ്റൻ ഗലൂപ്പ ബുദ്ധിസത്തിന്റെ ആരാധനാ കേന്ദ്രമാണ്. കാസയ്ക്കും താബുവിനും ഇടയിലുള്ള ഗ്രാമമാണ് ഷിസ്ലിംഗ്. അവിടെ നിന്ന് 8 കിലോമീറ്റർ കുന്നുകയറിയാൽ ഡങ്കറായി. കാറ്റുപോലും പൗരാണികമെന്ന് തോന്നുന്ന ബുദ്ധാശ്രമം. ഞങ്ങൾ 4 പേർ ഡങ്കറിന്റെ മൺപുറ്റു പോലുള്ള ആശ്രമ ഗുഹകൾ കണ്ടു നടക്കുകയാണ്. ഏതു നിമിഷവും വഴുതിപ്പോകുമോ എന്ന് തോന്നിക്കുന്ന കുന്നുകൾ. രവിവർമ്മയും ഞാനുമാണ് മുന്നിൽ. പപ്പനും നന്ദനും കഥകൾ പറഞ്ഞ് പിന്നാലെയുണ്ട്. പെട്ടെന്ന് പൊടി പാറിച്ച് കുന്നിൻ നെറുകയിൽ നിന്നൊരു സൈക്കിൾ ഞങ്ങൾക്ക് മുമ്പിൽ വന്നു നിന്നു. ഏതാണ്ട് 12 വയസ്സ് തോന്നിക്കുന്ന ഒരാൺകുട്ടിയാണ് സൈക്കിളിൽ. പേടിപ്പിക്കുന്ന കുന്നുകൾക്ക് മീതെ സൈക്കിൾ അഭ്യാസം നടത്തിയാണ് അവന്റെ വരവ്. ഇങ്ങനെ സൈക്കിൾ ഓടിച്ചാൽ അപകടമല്ലേ എന്ന് ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ അവൻ കണ്ണിറുക്കി ചിരിച്ചു. അതുവരെ ഊറിക്കൂടിയ ദേഷ്യമെല്ലാം താഴ്വര കടന്നുപോയി. ഗോവിന്ദ് എന്നാണ് അവന്റെ പേര്. കാസയിലെ സർക്കാർ പള്ളിക്കൂടത്തിലെ 7-ാം ക്ലാസ്സുകാരൻ. സൈക്കിൾ കുന്നിലേക്ക് ചാരിവെച്ച് അവൻ ഞങ്ങൾക്കൊപ്പം നടന്നു. ഓരോ അടി മുന്നോട്ട് കയറുമ്പോഴും വിസ്മയച്ചെപ്പ് തുറക്കുകയാണ് ഡങ്കർ. മൺചുവരുകളിൽ അവ്യക്തമായി തെളിഞ്ഞു കിടക്കുന്ന ചിത്രങ്ങൾ നൂറ്റാണ്ടുകളുടെ ബാക്കിവെക്കലാണ്. പഴയ മൊണാസ്ട്രിയും അതിനുള്ളിലെ ഗുഹകളും ജയിലുമെല്ലാം ചരിത്രത്തിന്റെ പുനർവായന കൂടിയാണ്. ഡങ്കർ ഗ്രാമത്തിലെ വീടുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗോവിന്ദന്റെ കണ്ണിലെ തിളക്കം പൊലിഞ്ഞു. അവൻ താമസിക്കുന്ന വീട് അങ്ങ് താഴെ മൺകൂനക്കരികിൽ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ മഞ്ഞുകാലത്തിന് മുമ്പ് അവരുടെ വീട് കുറെ കൂടി താഴെയായിരുന്നു. പാടങ്ങൾ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ്. ഡങ്കറിൽ മഞ്ഞുകാലം വിട പറയുന്നത് നൊമ്പര കാഴ്ചയാണ്. ഉറപ്പില്ലാത്ത കുന്നുകളിൽ നിന്ന് വീടുകളുടെ മേൽക്കൂരയും കടന്ന് ചുവരിലേക്ക് കട്ട പിടിക്കുന്ന മഞ്ഞ് ഒറ്റയടിക്ക് ഊർന്നുപോകും. വീടും സമ്പാദ്യവുമെല്ലാം മഞ്ഞിനൊപ്പം സ്പിത്തി നദിയിൽ വെള്ളപ്പൊക്കത്തിന് കൂട്ടുകാരാകും. പിന്നെ 2 മാസം പുതിയ വീടുകൾ തട്ടിക്കൂട്ടാനുള്ള കഠിന പരിശ്രമമാണ്. മഞ്ഞുകാലം വന്നു പോകും വരെ കുട്ടികൾക്ക് പോലും ഉള്ളിൽ ഒരുതരം മരവിപ്പാണെന്ന് ഗോവിന്ദ് പറഞ്ഞു. ആകെ 250 പേരാണ് ഡങ്കർ ഗ്രാമത്തിലെ താമസക്കാർ. യാത്ര അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ ഞങ്ങൾ അവനെ അരികിൽ ചേർത്തു നിർത്തി. പിരിയാൻ പറ്റാത്ത സൗഹൃദത്തിന്റെ ഇഴകൾ ഞങ്ങളിലേക്ക് പടർന്നിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ കാസയിൽ നിന്ന് നല്ലൊരു ടീഷർട്ടും ജീൻസും വാങ്ങണമെന്ന് പറഞ്ഞ് വർമാജി 1000-ന്റെ ഒരു നോട്ട് അവന് നീട്ടി. അത്ഭുതം പൂവിട്ട കണ്ണുകളോടെ അവൻ ഇത്തിരി നേരം ഞങ്ങളെ മാറി മാറി നോക്കി. ഇടതുകൈ ചുറ്റിപ്പിടിച്ച് വർമ്മ അവന്റെ പാറിപ്പറന്ന മുടിയിഴകളിൽ കവിൾ ചേർത്തു. പോട്ടെ വാനര എന്ന് പതിവ് ചോദ്യവും. ഗോവിന്ദനിപ്പോൾ മീശ മുളച്ചിട്ടുണ്ടാകും. ഞങ്ങൾ കണ്ടുപിരിഞ്ഞിട്ട് 10 വർഷം കഴിയുന്നു. ഒരുപക്ഷെ അവൻ കാസയിലെ പഠനവും തുടർ പഠനവും കഴിഞ്ഞ് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവണം. അതോ മഞ്ഞുകാലം മടങ്ങുന്നതും കാത്ത് ഏതോ കുന്നിൻ ചെരുവിൽ അക്ഷമനായി ഇരിപ്പുണ്ടാവുമോ? ചന്തം ആർക്കായിരുന്നു? അവൾക്കോ ഗോതമ്പു തണ്ടിനോ? ഹരിദ്വാറിലേക്കുള്ള യാത്ര പഞ്ചാബിലെ അമൃതസർ വഴിയാക്കാമെന്ന് തീരുമാനിച്ചു. കാര്യമായി യാത്ര ചെയ്ത് പരിചയമില്ലാത്ത നാളുകൾ. അമൃതസറിലെത്തി ജാലിയൻ വാലാബാഗും സുവർണക്ഷേത്രവും വാഗ അതിർത്തിയും കാണണം. അതുകഴിഞ്ഞാൽ അമൃതസറിൽ നിന്ന് രാത്രി ഓടുന്ന തീവണ്ടിയിൽ കയറിയാൽ പുലർച്ചെ ഹരിദ്വാറിലെത്തും. ദില്ലിയിൽ നിന്ന് രാവിലെ 7:30-ന് തിരിക്കുന്ന ട്രെയിൻ വൈകിട്ടോടെ അമൃതസറിലെത്തും. 2 സുഹൃത്തുക്കളുമായി അമൃതസർ എക്സ്പ്രസിന്റെ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറിയിരുന്നു. കൃത്യസമയത്ത് തന്നെ തീവണ്ടി നീങ്ങി. പൊടിക്കാറ്റും ലോക്കൽ കമ്പാർട്ട്മെന്റിൻ്റെതായ പൊതുപ്രശ്നങ്ങളുമെല്ലാം വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. എങ്കിലും തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇരുന്നു. 6-7 മണിക്കൂർ പിന്നിടുമ്പോൾ ജലന്ധർ റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി എത്തി. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ട്രെയിൻ ഓടുന്നില്ല. പുറത്തിറങ്ങി തിരക്കുമ്പോഴാണ് സംഗതി അറിഞ്ഞത്.
റെയിൽ ജീവനക്കാർ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചു. പഞ്ചാബിൽ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയെന്നോ മറ്റോ ആണ് കാരണം പറഞ്ഞത്. പഞ്ചാബിൽ കടന്നെങ്കിലും ജലന്ധറിൽ നിന്ന് അമൃത്സർ എത്താൻ വീണ്ടും 1.5 മണിക്കൂറെങ്കിലും വേണം. എന്തായാലും സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ബസ്സോ മറ്റോ കിട്ടുമോ എന്ന് ശ്രമിക്കാനായി തീരുമാനം. റെയിൽവേ സ്റ്റേഷൻ അരികിലെ അർജുൻ നഗർ റോഡിലൂടെ നടന്നു. ഗോവിന്ദ് ഘാട്ട് എത്തുമ്പോൾ ഒരു ഷെയർ ടാക്സി ഡ്രൈവറെ പരിചയപ്പെട്ടു. അമൃത്സറിലേക്ക് സീറ്റുണ്ടെന്നും 2 മണിക്കൂറിൽ എത്തിക്കാമെന്നും അയാൾ സമ്മതിച്ചു. അങ്ങനെ പഞ്ചാബിന്റെ അകവഴികളിലൂടെ, ഗോതമ്പ് പാടങ്ങളുടെ മാറിലൂടെ ഞങ്ങളുടെ ടാക്സി ഓടിക്കൊണ്ടിരുന്നു. ജയ്റാംപൂർ പിന്നിട്ട് നൂസി ഗ്രാമത്തിലെത്തുമ്പോൾ ടാക്സിക്ക് വയറുദീനം. ഒരു ചാട്ടത്തോടെ വലിച്ചു വലിച്ചു നിന്ന ടാക്സിക്ക് പിന്നെ അനക്കമില്ല. ഞങ്ങൾ ആകെ പെട്ടു. ഇനിയും 1 മണിക്കൂറിലേറെ ദൂരമുണ്ട് അമൃത്സറിലേക്ക്. വാഹനങ്ങളൊന്നും സാധാരണ വരുന്ന വഴിയുമല്ല അത്. ഗ്രാമത്തിൽ തന്നെ മോട്ടോർ മെക്കാനിക് ഉണ്ടെന്നും അയാളെ വിളിച്ചുകൊണ്ടുവന്ന് ടാക്സി ശരിയാക്കി യാത്രയാകാമെന്നും സമ്മതിച്ച് ഡ്രൈവർ പോയി. മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങിയെന്ന് പറഞ്ഞാൽ ക്ലീശയാവും. മുന്നിൽ നീണ്ടുകിടക്കുന്ന പാടങ്ങളിൽ നിന്ന് വെയിൽ പിൻവാങ്ങി. അവിടവിടെ ചെറിയ തകര ഷെഡുകളിൽ മിന്നാമിനുങ്ങു പോലെ വിളക്കു തെളിഞ്ഞു. ഇരുട്ട് തുടങ്ങുമ്പോഴാണ് പഞ്ചാബിന്റെ ചന്തമറിയുന്നത്. ഈ പാടങ്ങൾക്കു മധ്യേ എത്രയെത്ര ജീവിതങ്ങൾ! തൊട്ടടുത്തു കണ്ട തകര ഷെഡിലെ കാവൽക്കാരനും ഭാര്യയും ഞങ്ങളുമായി ചങ്ങാത്തത്തിലായി. രാത്രി ചുട്ടെടുത്ത റൊട്ടിയും സബ്ജിയുമായി അവരെത്തി. ONV സാറിന്റെ കോതമ്പ് മണികൾ താളത്തിൽ ചൊല്ലുമ്പോൾ അവൾ ചോദിച്ചു അതിന്റെ അർത്ഥം എന്തെന്ന്. ഹിന്ദി അറിയുന്ന ഒപ്പമുള്ള സുഹൃത്ത് അത് വിശദീകരിച്ചപ്പോൾ അവളും താളത്തിൽ തലയാട്ടി. ചെറുകാറ്റിലിളകിയ ഗോതമ്പ് കതിരുകൾക്ക് ആ നിലാവിൽ എന്ത് ചന്തമായിരുന്നു! അതോ അവൾക്കോ?